കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വിൽപ്പനയുടെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പിടിയിലായ മുഖ്യപ്രതി കൊല്ലം സ്വദേശി അനുരാജ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച് വിപണനം തുടങ്ങിയിട്ട് 6 മാസമായെന്നാണ് പോലീസ് കണ്ടെത്തൽ. 4 കിലോ കഞ്ചാവാണ് അനുരാജ് വാങ്ങിയത്. എന്നാൽ 2 കിലോ മാത്രമാണ് പിടിച്ചെടുത്തത്. കാണാതായ 2 കിലോ കഞ്ചാവിന് വേണ്ടി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. വിൽപ്പനയ്ക്കുള്ള കഞ്ചാവ് വാങ്ങാൻ അനുരാജ് ഗൂഗിൾ പേ വഴി 16,000 രൂപയും ബാക്കി പണം നേരിട്ടും കൈമാറിയെന്നും പോലീസ് കണ്ടെത്തി. അനുരാജാണ് ഹോളി ആഘോഷത്തിന്റെ മറവിൽ കളമശ്ശേരി പോളിടെക്നിക്കിലേക്ക് കഞ്ചാവ് എത്തിക്കാൻ പണം പിരിച്ചത്. വ്യാപക പണപ്പിരിവ് നടത്തിയില്ലെന്നും കുറച്ചുപേർക്കാണ് കഞ്ചാവ് എത്തിച്ചതെന്നുമാണ് അനുരാജിന്റെ മൊഴി. റിമാൻഡിലുള്ള അനുരാജിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കഞ്ചാവ് എത്തിച്ചു നൽകിയത് ഒരു ഇതര സംസ്ഥാനക്കാരനാണ്. ഇതര സംസ്ഥാനക്കാരന് പണം നൽകി ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ച ആലുവ സ്വദേശികളായ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഷാലിക്കും ആഷിക്കും നൽകിയ മൊഴികളാണ് ലഹരിവേട്ടയിൽ നിർണായകമായത്. കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയായ അനുരാജ് കഞ്ചാവ് വാങ്ങാൻ പണം പിരിച്ച് പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിക്കിനെയും ഷാലിക്കിനെയും ഏൽപ്പിക്കുകയായിരുന്നുവെന്നാണ് മൊഴി. വിതരണത്തിനായി എത്തിച്ച 2 കിലോയോളം കഞ്ചാവ് ആകാശിന്റെ മുറിയിലാണ് സൂക്ഷിച്ചത്. അർദ്ധരാത്രി പോലീസ് സംഘം ക്യാമ്പസിൽ പരിശോധന നടത്തുമ്പോൾ അനുരാജ് സ്ഥലത്തുണ്ടായിരുന്നില്ല. 4 കിലോയോളം കഞ്ചാവ് വാങ്ങിയ ഇയാൾ മറ്റിടങ്ങളിൽ ഇത് വിതരണം ചെയ്തോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഇതര സംസ്ഥാനക്കാരനായ ലഹരി വിൽപ്പനക്കാരനെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കളമശ്ശേരിയിലെ ലഹരിവേട്ടയുടെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ മിന്നൽ പരിശോധന തുടരുകയാണ്. ഇന്നലെ സ്വകാര്യ ഹോസ്റ്റലുകളിലും വാഹനങ്ങളിലും നടത്തിയ പരിശോധനയിൽ വിവിധയിടങ്ങളിൽ കഞ്ചാവും MDMAയും പിടിച്ചെടുത്തു. സീ മലയാളം ന്യൂസ്, കൊച്ചി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.